ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ അതായത് ആദ്യത്തെ 2 മൊഡ്യൂളുകളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ, 3ാമത്തെ മൊഡ്യൂൾ സാർ എടുത്തുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 4ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് ടെലിമെട്രിയാണ് വരുന്നത്. അപ്പോൾ ടെലിമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. കഴിഞ്ഞ വർഷം, അതായത് 2023 ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഇതായിരുന്നു: ഡിഫൈൻ ദ ടേം ടെലിമെട്രി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാമുകളിൽ നമ്മൾ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയതാണ്. ടെലിമെട്രി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരു സോഴ്സിലാണോ അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണോ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങോട്ടാണോ ഇത് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരു ഭാഗത്ത് ട്രാൻസ്മിറ്റർ, മറ്റൊരു ഭാഗത്ത് റിസീവർ. ഈ പറയുന്ന ആ ഒരു ട്രാൻസ്ഫറിങ് ആക്ഷൻ എനേബിൾ ചെയ്യുന്ന പാർട്ട് അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്ന ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ ടെലിമെട്രി എന്ന് പറയുന്നത്. അപ്പം ഒരു ലൊക്കേഷനിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്തു, മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് ഈ പറയുന്ന സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ ടെലിമെട്രി എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കണം, പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ചോദിച്ചു, അതുകൊണ്ട് ഈ വർഷം വരില്ല എന്ന് വിചാരിക്കേണ്ട, വന്നാൽ ചെയ്യാൻ പറ്റണം. 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഹാർട്ട്? പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹാർട്ട്. കഴിഞ്ഞ വർഷവും ചോദിച്ചു. ഹാർട്ട് എന്ന് വെച്ചാൽ ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ. ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പം ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ഞാൻ. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അന്യൂസിയേറ്റർ? എന്താണ് അന്യൂസിയേറ്ററിൻ്റെ ഫങ്ഷൻ? ശരിക്കും പറഞ്ഞാൽ അന്യൂസിയേറ്റർ എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത്, അന്യൂസിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലാം സിസ്റ്റംസിൻ്റെ ഒരു ഒരു ഏകദേശം അലാം സിസ്റ്റം പോലെ തന്നെയാണ്. മനസ്സിലായല്ലോ, അലാം സിസ്റ്റം പോലെ തന്നെയാണ്. അപ്പം അന്യൂസിയേറ്ററിൽ 2 കാര്യങ്ങളുണ്ട്. ഒരു ഓഡിബിൾ പാർട്ടും ഉണ്ട്, ഒരു വിഷ്വൽ ഇൻഡിക്കേഷനും ഉണ്ട്. അപ്പം അലാംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ഓപ്പറേറ്ററുടെ എബിലിറ്റീസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളാണ് അലാം സിസ്റ്റംസ്. എന്നാൽ ഈ അലാം സിസ്റ്റത്തിൻ്റെ വിഷ്വൽ ഇൻഡിക്കേഷനും ഓഡിബിൾ ഇൻഡിക്കേഷനും, വിഷ്വൽ ആസ് വെൽ ആസ് ഓഡിബിൾ, ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് അന്യൂസിയേറ്റർ. കഴിഞ്ഞ വർഷം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന ഫങ്ഷൻസ് ഓഫ് എ അന്യൂസിയേറ്റർ. അന്യൂസിയേറ്ററിൻ്റെ റോൾ എന്താണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ. കൃത്യമായിട്ട് ഇതും പഠിച്ചുറപ്പിക്കുക. ഈ വർഷം വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 3rd മൊഡ്യൂൾ ടെലിമെട്രിയാണ് കവർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്. എ സെൻസർ മെഷേഴ്സ് എ ടെമ്പറേച്ചർ ഹാസ് 360 microvolt per degree Celsius. Develop a alarm circuit that alert when temperature reaches 530 degrees Celsius. ഈ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾ ഷെയർ ചെയ്തതാണ്. പ്രോസസ് കൺട്രോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. കാരണം കണ്ടിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. കാരണം അതിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഒരു സെൻസർ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 360 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സെൻസർ 360 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ മീനിങ് എന്താ അതിൻ്റെ മീനിങ്? ഈ തന്നിരിക്കുന്ന 360 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ
അതെന്താ ഉദ്ദേശിക്കുന്നത്? സെൻസിറ്റിവിറ്റിയാണ്. നിങ്ങൾ സെൻസിറ്റിവിറ്റി ട്രാൻസ്ഡ്യൂസർ പഠിച്ചതാണ്, അതുകൊണ്ട് ഇനി അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം അതൊരു സെൻസിറ്റിവിറ്റിയാണ്. അതായത് ആ ഒരു 360 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസിൻ്റെ മീനിങ് എന്താ? ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പം ആ സെൻസർ മെഷർ ചെയ്യുന്ന വോൾട്ടേജാണ് 360 മൈക്രോവോൾട്ട് എന്ന് പറയുന്നത്. ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പം അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ്? 360 മൈക്രോവോൾട്ടാണ്. ആണല്ലോ. അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? അലാം സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുക. എങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്? ടെമ്പറേച്ചർ 530 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ഡിഗ്രി സെൽഷ്യസിൽ 360 മൈക്രോവോൾട്ട് ആണെങ്കിൽ 530 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും? 360 മൈക്രോവോൾട്ട് ഇൻറ്റു 530 കൊടുത്താൽ മതി അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെയുള്ള നമ്മളുടെ സെൻസർ ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ 530 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ 360 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 530 കൊടുത്ത 0.19 ആയി. ഇനി അലാം സർക്യൂട്ടുകൾ നമ്മുടെ ഓപ്പൺ എൻഡഡ് പ്രൊജക്റ്റിലും ഒക്കെ നമ്മൾ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അലാം സർക്യൂട്ടുകൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു കമ്പറേറ്റർ വെച്ചിട്ടാണ്. ഒരു കമ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം 2 വോൾട്ടേജുകളാണ് ഉണ്ടാവുക. ഒന്ന് ഫിക്സ്ഡ് ആയ ഒരു വോൾട്ടേജും മറ്റൊന്ന് വാരിയബിളും. ഇവിടെ നമുക്ക് ഫിക്സ്ഡ് ഇപ്പോൾ എത്ര കിട്ടി? 0.19. മറ്റേതെന്ന് വെച്ചാൽ വാരിയബിൾ എന്ന് വെച്ചാൽ 360 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് വാരിയബിൾ. അപ്പോൾ വാരിയബിളായ വോൾട്ടേജിനെ ഒപ്പാമ്പിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലും, ഫിക്സ്ഡ് ആയ വോൾട്ടേജിനെ ഇൻവെർട്ടിംഗ് ടെർമിനലിലുമാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഈ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് അറ്റ് ദി പോസിറ്റീവ് ടെർമിനൽ, അതാണ് വി പ്ലസ് എന്ന് കൊടുക്കുന്നത്, അത് നമ്മളുടെ വി മൈനസിനേക്കാൾ നോൺ ഇൻവെർട്ടിങ്ങിൽ കൊടുത്ത വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ അലാം എന്ത് ചെയ്യുന്നു? അലാം ട്രിഗർ ചെയ്യും. കണ്ടീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാരിയബിളായ വോൾട്ടേജ് കൊടുത്തു. ഇവിടെ കൊടുക്കുന്നത് ഒരു ഫിക്സ്ഡ് ആയ വോൾട്ടേജാണ്. ഈ വാരിയബിൾ വോൾട്ടേജാണ് ഞാൻ തൽക്കാലം വി പ്ലസ് എന്ന് കൊടുത്തിരിക്കുന്നത്. വി മൈനസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് വോൾട്ടേജ്. അപ്പോൾ ഈ വാരിയബിൾ വോൾട്ടേജും ഫിക്സ്ഡ് വോൾട്ടേജും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഈ വി പ്ലസ് എന്ന് പറയുന്നത് വി മൈനസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് അലാം ട്രിഗർ ചെയ്യാൻ തുടങ്ങും. അലാം എന്ത് ചെയ്യുന്നു? ട്രിഗർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ മോഷൻ ബാലൻസ് ടെലിമെട്രി സിസ്റ്റം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെലിമെട്രി സിസ്റ്റംസ് എന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ട് ഉള്ളത് ഒന്ന് വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം, അതേപോലെ കറണ്ട് ടെലിമെട്രി സിസ്റ്റം, 3 പൊസിഷൻ ടെലിമെട്രി സിസ്റ്റം. ഇത് 3ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ കറണ്ട് ടെലിമെട്രിയുടെ 2 സബ് കാറ്റഗറിയാണ്. ഒന്ന് മോഷൻ ബാലൻസും 2 സബ് കാറ്റഗറിയാണ്. ഒന്ന് മോഷൻ ബാലൻസ്, അതേപോലെ തന്നെ ഫോഴ്സ് ബാലൻസ്. മോഷൻ ബാലൻസും ഫോഴ്സ് ബാലൻസും കറണ്ട് ടെലിമെട്രിയുടെ ഒരു സബ് കാറ്റഗറിയാണ്. മോഷൻ ബാലൻസും ഫോഴ്സ് ബാലൻസും ഈ കറണ്ട് ടെലിമെട്രി സിസ്റ്റത്തിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ്. മോഷൻ ബാലൻസും ഫോഴ്സ് ബാലൻസും ഇതിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് എന്ന് പഠിക്കുക. മനസ്സിലായോ? മോഷൻ ബാലൻസും ഫോഴ്സ് ബാലൻസും ഇതിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് എന്ന കാര്യവും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? മോഷൻ ബാലൻസ്, അതേപോലെ തന്നെ ഫോഴ്സ് ബാലൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മോഷൻ ബാലൻസ് ഏതാണ്? കറണ്ട് ടെലിമെട്രിയാണ്, നമുക്കറിയാം. ഇനിയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ടെലിമെട്രി ചോദിച്ചാൽ ഇതിൽ ഓരോ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഈ ഫിഗറുകൾ നിർബന്ധമായിട്ടും വരച്ചു പഠിക്കുക. ഇതിപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 7 മാർക്കിനാണ് ചോദിച്ചത്. 7 ആയിരിക്കില്ല, 4 മാർക്കോ മറ്റോ ആയിരിക്കും. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ മോഷൻ ബാലൻസ് 7 മാർക്കും ചോദിച്ചു. 7 മാർക്കിൽ ഒരു 3.5 മാർക്ക് ഈ ഫിഗർ വരച്ചാൽ തന്നെ കിട്ടും. ഈ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ഇത് എഴുതാനും സാധിക്കും. അപ്പം ആദ്യം നിങ്ങൾ എല്ലാത്തിൻ്റെയും ഫിഗർ നന്നായിട്ട് പഠിക്കുക. മോഷൻ ബാലൻസ് ആയാലും ഫോഴ്സ് ബാലൻസ് ആയാലും ഇനി വോൾട്ടേജ് ഓർ പൊസിഷൻ ടെലിമെട്രി ആയാലും ഒക്കെ ഫിഗർ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം മോഷൻ ബാലൻസ് ചോദിച്ചു, അതുകൊണ്ട് ഈ വർഷം ചോദിക്കില്ല എന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നിരുന്നാലും ഇത്തവണ കുറച്ചുകൂടി സാധ്യത വോൾട്ടേജ് ടെലിമെട്രിയും അതേപോലെ തന്നെ കറണ്ട് ബാലൻസിനൊക്കെയാണ്. വോൾട്ടേജ് ടെലിമെട്രി, ഇവിടെ വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം നിർബന്ധമായിട്ടും ഡയഗ്രാം വരച്ച് പഠിക്കണം. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതിന് PDF ലെക്ചേഴ്സ് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതേപോലെ തന്നെ ഫോഴ്സ് ബാലൻസ്, മോഷൻ ബാലൻസ്, ഫോഴ്സ് ബാലൻസ്, അതിൻ്റെ ഫിഗേഴ്സ് എന്തായാലും വരച്ച് പഠിക്കുക. പിന്നെ അതിൻ്റെ താഴെ വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു വയ്ക്കുക. ഓക്കെയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു, മോഷൻ ബാലൻസിലും ഇതിലും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഫീബസ്. നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഹാർട്ടിൻ്റെ ഫുൾ ഫോം ചോദിച്ചിരുന്നു. ഹാർട്ടിൻ്റെ ഫുൾ ഫോം, ഹാർട്ട് എന്തായിരുന്നു? ഹൈവേ അഡ്രസബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രൊഫീബസിൻ്റെ ഫുൾ ഫോം, പ്രോസസ് ഫീൽഡ് ബസ്. പ്രൊഫീബസിൻ്റെ ഫുൾ ഫോം ആണ് പ്രോസസ് ഫീൽഡ് ബസ്. പ്രോസസ് ഫീൽഡ് ബസ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പ്രൊഫീബസും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കണം. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണത് പ്രൊഫീബസ്. പ്രൊഫീബസിൽ പ്രത്യേകിച്ച് വലിയൊരു ഫിഗറൊന്നുമില്ല, ആകെ ഇങ്ങനൊരു ഫിഗർ മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ടെലിമെട്രിയുടെ എല്ലാ ഫിഗേഴ്സും പഠിക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി ഫീൽഡ് ബസ്. കഴിഞ്ഞ വർഷം ഇങ്ങനൊരു ചോദ്യം വന്നിട്ടില്ല, പക്ഷേ ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ദി ഫീൽഡ് ബസ് കഴിഞ്ഞൊരു മുമ്പത്തെ റിവിഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ അടുത്ത ഫിഗർ ജനറൽ ടെലിമെട്രി സിസ്റ്റം. കുറേ വർഷങ്ങളായി ഈ ഒരു ചോദ്യം വന്നിട്ട്, അതുകൊണ്ട് ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറൽ ടെലിമെട്രി സിസ്റ്റം. ഇനി ഒരു കാര്യം വിട്ടു, അഡ്വാൻറ്റേജ് പഠിക്കുമ്പം ഇതിലാകെ 4 പഠിക്കാനുള്ളൂ. ഏതിൻ്റെ ആയാലും ഒരു മിനിമം ഒരു 3 അഡ്വാൻറ്റേജ് പഠിച്ചു വയ്ക്കുക. മിനിമം ഒരു 3 അഡ്വാൻറ്റേജ് എങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ ജനറൽ ടെലിമെട്രി സിസ്റ്റം, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ച ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റത്തിന് സിമിലർ ആണ് കാര്യങ്ങൾ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് വർഷങ്ങളായി ചോദിച്ചിട്ട്, അതുകൊണ്ട് കുറച്ചൊരു പ്രാധാന്യം ജനറൽ ടെലിമെട്രി സിസ്റ്റത്തിന് കൊടുക്കുക. ജനറൽ ടെലിമെട്രി സിസ്റ്റത്തിന് കൊടുത്തു വയ്ക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഹാർട്ട് ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഹാർട്ട് ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതും ഈ ഒരു ചോദ്യത്തിനും ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ചോദ്യം അങ്ങനെ വന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണിത്. ഇതുകൊണ്ട് ഇത് കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് വലുതായിട്ട് ചോദിക്കും എന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവാം, വലിയ കാര്യങ്ങളൊന്നും അതിലില്ല. പിന്നെ ഉള്ളത് ഹാർട്ട് സ്പെസിഫിക്കേഷൻ, അതായത് ഹാർട്ട് പ്രോട്ടോക്കോളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെയറുകളെ കുറിച്ചിട്ടാണ്. ഹാർട്ട് നമ്മൾ അധികം കവർ ചെയ്യാത്ത ഒരു ഏരിയയാണ്, ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഹാർട്ടിലെ സ്പെസിഫിക്കേഷൻ ചോദിച്ചാൽ ഈ ലെയറുകൾ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ 4 ലെയറുകളാണ് ഹാർട്ടിനുള്ളത്, അതായത് പഠിക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരു കാര്യമോട് പറയാം, ഇത് ശരിക്കും OSI എന്ന് പറയുന്ന ഒരു ലെയറാണ്. OSI ലെയർ, OSI എന്ന് പറയുന്ന ഒരു ലെയറാണ്. പക്ഷെ നമുക്ക് ഹാർട്ട് പ്രോട്ടോക്കോൾ വേണ്ടതുകൊണ്ട് അതിൽ പ്രധാനമായിട്ട് വരുന്നത് 1 ഫിസിക്കൽ ലെയർ, 2 ഡാറ്റ ലിങ്ക് ലെയർ, ഡാറ്റ നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഈ 5 ലെയറുകൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ
ദ ലെയേഴ്സ് ഓഫ് ദി ഹാർട്ട് പ്രോട്ടോകോൾ എന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യമെങ്കിൽ നിങ്ങൾ ആകെ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ കാര്യം മാത്രം അതിൽ പഠിച്ചാൽ മതി, വേറെ ഒന്നും അതിൽ നോക്കണം. ഈ ലെയറുകൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവാം. ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, ഹാർട്ട് നെറ്റ്വർക്ക്, ഹാർട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5 ലെയറുകൾ മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ച് പോവാം. അടുത്തത് പൊസിഷൻ ടെലിമെട്രി. ഇതും കഴിഞ്ഞ വർഷം ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അതുകൊണ്ട് ഇത് പഠിക്കുക. പൊസിഷൻ ടെലിമെട്രി നിർബന്ധമാണ്. കറണ്ട് ടെലിമെട്രി, കാരണം കറണ്ട് ടെലിമെട്രി എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ബാലൻസും മോഷൻ ബാലൻസിന് മുന്നേ ചിലപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കറണ്ട് ടെലിമെട്രി സിസ്റ്റം, കറണ്ട് ടെലിമെട്രി സിസ്റ്റം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാർട്ട്. ഈ ഹാർട്ട് പ്രോട്ടോക്കോളിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഹാർട്ട് പ്രോട്ടോക്കോൾ ഒരുപാട് എന്താ പറയുക, നമുക്ക് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ദി ഹാർട്ട് പ്രോട്ടോക്കോൾ. ഇതും ഒന്ന് കണ്ട് ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ സംഭവം. ഹാർട്ട് പ്രോട്ടോക്കോൾ പറ്റുമോ നോക്കുക, പറ്റിയിട്ടുണ്ടെങ്കിൽ പഠിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടും. അത് ഒഴിവാക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പഠിക്കാൻ പറ്റും, ശ്രമിക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ഫീൽഡ് ബസ്. ഇതെന്തായാലും നമ്മൾ എടുത്തതാണ്, അതുകൊണ്ട് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കുക. ഫീൽഡ് ബസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ഒന്നും അതിൽ പഠിക്കാനില്ല. പക്ഷേ ഫീൽഡ് ബസ് പഠിക്കുമ്പം ഈ ഫീൽഡ് ബസ്സിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് പഠിക്കണം, അതേപോലെ തന്നെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം, ഫീച്ചേഴ്സും പഠിക്കണം. ഓക്കെ, അത് വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഫൗണ്ടേഷൻ ബസ്, ഫീൽഡ് ബസ്, ഫൗണ്ടേഷൻ ബസ്. അത് രണ്ടും പരീക്ഷയ്ക്ക് മാറി മാറി ചോദിച്ച് കാണാറുള്ള ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ അത് പഠിച്ചുറപ്പിക്കണം, എന്നാലേ നിങ്ങൾക്ക് കാര്യമായൊരു ഗുണം അതിൽ നിന്ന് കിട്ടുള്ളൂ. ഓക്കെയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഫൗണ്ടേഷൻ ബസ്, ഫീൽഡ് ബസ്സൊക്കെ പരീക്ഷയ്ക്ക് നിരന്തരം ഇങ്ങനെ വന്ന് ചോദിച്ച് കാണുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വന്നേക്കാം. വന്നാൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. ഇപ്പോൾ ഫൗണ്ടേഷൻ ഫീൽഡ് ബസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതി പറ്റണം. ഓക്കെ ആണല്ലോ. അപ്പം ഈ 4ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നമ്മൾ ഡീല് ചെയ്യുന്നത് ഫീൽഡ് ബസ്, ഫൗണ്ടേഷൻ ഫീൽഡ് ബസ്, അതെന്തായാലും പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് പ്രോട്ടോക്കോളിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ആവശ്യം ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ടെലിമെട്രിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ടെലിമെട്രിയുടെ എല്ലാ വീഡിയോ ലെക്ചേഴ്സും ഷെയർ ചെയ്യാം. അതുകൊണ്ട് ടെലിമെട്രിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ച് പഠിക്കുക. ഡയഗ്രാം അതായത് ഏതെങ്കിലും ഒരു ടെലിമെട്രി ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഫിഗേഴ്സും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഫൗണ്ടേഷൻ ഫീൽഡ് ബസ്, കാരണം കഴിഞ്ഞ വർഷം ഹാർട്ട് പ്രോട്ടോക്കോൾ ചോദിച്ചിരുന്നു, ഫീൽഡ് ബസ്സുകളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഈ വർഷം ഫൗണ്ടേഷൻ ഫീൽഡ് ബസ്സിനാണ് ഒരു സാധ്യത കൂടുതൽ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു പോവുക. പിന്നെ 3ാമത്തെ മൊഡ്യൂൾ നമ്മുടെ ഫൈനൽ കൺട്രോൾ എലമെൻറ്റുകളെ പറ്റിയിട്ടാണ്. അത് സാറ് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അത് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മളുടെ ടെസ്റ്റ് നടത്തിയപ്പം സെക്കൻഡ് ടെസ്റ്റിൽ ഒരുപാട് പേര് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഫ്ലോയും, അതായത് ഫ്ലോ ത്രൂ ദി വാൽവും വാൽവിൻ്റെ സ്റ്റെം പൊസിഷനും തമ്മിലുള്ള റിലേഷനാണ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് ലീനിയർ, അതേപോലെ തന്നെ ഈക്വൽ പെർസെൻറ്റേജ്, ക്വിക്ക് ഓപ്പണിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പലരും എന്തൊക്കെയോ എഴുതി വെച്ചു.
ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഓപ്പറേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന റേഞ്ചബിലിറ്റിയുടെ ഡെഫിനിഷൻ, ഇതൊക്കെ പരീക്ഷയ്ക്ക് നിരന്തരം എന്താ പറയുക ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സാറ് പറഞ്ഞത് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ പരീക്ഷയ്ക്ക് എഴുതാം. നല്ലൊരു മാർക്ക് കിട്ടട്ടെ, ആരും ഫെയിലാവാതിരിക്കട്ടെ. കാരണം ഫെയിലായി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാവുന്നൊരു അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നല്ലോണം സമയമുണ്ട്, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് നിരന്തരം വരാറുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കുക. ഇനി ഹാർട്ട് പ്രോട്ടോകോൾ തീരെ പറ്റുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പം ഞാനെടുത്ത 3 മൊഡ്യൂളുകളും നല്ല ക്ലിയർ ആക്കി വെക്കണം. പരീക്ഷയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. എല്ലാത്തിൻ്റെയും ഫിഗർ ഒരുപാടുണ്ട്, എല്ലാം വരച്ച് പഠിക്കുക. കാണുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ വരച്ച് നോക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നന്നായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഞാനെടുത്ത 3 മൊഡ്യൂളിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.